സാധാരണത്തെ പോലെ ഉറക്കത്തിനിടയിൽ മൂത്രമൊഴിക്കാനായി വീടിന് പുറത്തിറങ്ങിയതായിരുന്നു ഈ ചെറുപ്പക്കാരൻ. എന്നാൽ വീടിനു സമീപം പതിയിരുന്ന ആ അപകടം ഒരു നിമിഷം കൊണ്ടാണ് എല്ലാം അവസാനിപ്പിച്ചത്. നാം നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ ജീവനെടുക്കാൻ വരെ കാരണമായേക്കാവുന്നതാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന സുരക്ഷാ വീഴ്ചകൾ എത്രത്തോളം ഭീകരമാണ് എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണിത്. കണ്ണൂർ കൂട്ടുപുഴ പേരട്ട കുണ്ടേരി ഉപദേശിക്കുന്നിലെ പനക്കൽ ഹൗസിൽ അഖിലേഷ് എന്ന 26-കാരനാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അഖിലേഷിന്റെ മരണത്തിനിടയാക്കിയ അപകടം സംഭവിക്കുന്നത്. അഖിലേഷിന്റെ വീട്ടിൽ മൊബൈൽ ഫോണിന് വേണ്ടത്ര റേഞ്ച് ഇല്ലാത്തതിനാൽ രാത്രി തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോയിരുന്നു. അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് രാത്രി 10:30 അഖിലേഷ് തിരിച്ചെത്തുന്നത്. തുടർന്ന് എല്ലാവരും ഉറങ്ങാനായി കിടക്കുകയും ചെയ്തു. എന്നാൽ പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റ വീട്ടുകാർ കാണുന്നത് വീടിന്റെ പുറത്ത് ചുമരിനോട് ചേർന്ന് അനക്കമില്ലാതെ കിടക്കുന്ന അഖിലേഷിനെയാണ്. ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഷോക്കേറ്റാണ് യുവാവ് മരണപ്പെട്ടത് എന്നാണ് നിഗമനം. വീടിന്റെ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നും പുറത്തേക്ക് സ്ഥാപിച്ചിട്ടുള്ള എർത്ത് കമ്പിക്ക് സമീപത്തായാണ് യുവാവിനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നത്. ഇരുട്ടിൽ മഴ നനഞ്ഞു കിടക്കുന്ന കമ്പിയിൽ അഖിലേഷ് അറിയാതെ സ്പർശിച്ചതാകാമെന്നാണ് കരുതുന്നത്. വീടിന്റെ മെയിൻ സ്വിച്ച് ബോർഡിന്റെ തകരാർ മൂലമാണ് മുറ്റത്തെ എർത്ത് കമ്പിയിലേക്ക് വൈദ്യുതി പ്രവഹിച്ചത് എന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവാവിന്റെ മൃതദേഹം സംസ്കരിച്ചു. ഇത്തരം സംഭവങ്ങളിലൂടെ എല്ലാ വീടുകളിലും വൈദ്യുത സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിട്ട് കാണിക്കുന്നു. സുരക്ഷിതമായ വയറിംഗ് രീതികളുടെയും ഇലക്ട്രിക്കൽ ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ സംവിധാനങ്ങളുടെയും ആവശ്യകതയും ഇവിടെ എടുത്തുകാട്ടേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീടുകളിലെ എല്ലാ വയറിങ്ങുകളിലും RCCB അല്ലെങ്കിൽ ELCB പോലുള്ള ഉപകരണങ്ങൾ ഘടിപ്പിക്കുന്നത് വൈദ്യുതി ഷോക്കിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. ഇതിലൂടെ നമുക്ക് ഇങ്ങനെയുണ്ടാകുന്ന എർത്ത് ലീക്കേജുകളിൽ നിന്നും രക്ഷ നേടാനും 90% വൈദ്യുതി അപകടങ്ങളെ ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ തന്നെ വീടിന് പുറത്തേക്ക് സ്ഥാപിച്ചിട്ടുള്ള എർത്ത് പൈപ്പും കമ്പിയും ആളുകളുടെ കൈ തട്ടാത്ത രീതിയിൽ സുരക്ഷിതമായ ഒരിടത്തായിരിക്കണം സ്ഥാപിക്കേണ്ടത്. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിലൊക്കെ ഇത് അപകടം വിളിച്ചു വരുത്തുന്നതാണ്. ഇനി ഇത്തരം ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ എന്ന് മാസത്തിലൊരിക്കൽ അതിന്റെ ടെസ്റ്റ് ബട്ടൺ അമർത്തി നോക്കുകയും വേണം. വർഷത്തിലൊരിക്കലെങ്കിലും ഒരു അംഗീകൃത ഇലക്ട്രീഷ്യനെ കാണിച്ച് വീട്ടിലെ എർത്തിംഗ് സംവിധാനം കൃത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. എന്തായാലും ഇത്തരം അപകടങ്ങളൊന്നും ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഓരോരുത്തരും തങ്ങളുടെ വീടുകളിൽ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്.